ഇന്ന് ഭാരതം ഒരർത്ഥത്തിൽ ശാന്തമാണ്. ഈ ശാന്തതയിൽ അതിൻ്റെ സന്തോഷം നുകരാതെ നാം ഈ മഹായോഗത്തിൽ വന്നിരിക്കുകയാണ്. സർവശക്തനായ ദൈവം തമ്പുരാൻ തൻ്റെ ഹിതപ്രകാരം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ബേത്ലഹേം മുതൽ ഗോൽഗോഥ വരെ ആനയിക്കുന്നുണ്ട്. ഗോൽഗോഥയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് വലിയൊരു പെരുന്നാളാണ്, വലിയ ശബ്ദകോലാഹലമാണ്. ആ ശബ്ദകോലാഹലത്തിൽ നിന്ന് കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ ഒരു മുറിയിലേക്ക് വിളിച്ചോട്ട് പോയിട്ട് ചോദിക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചോദിക്കുന്നുണ്ട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ കൂടി വന്നിരിക്കുന്ന നമ്മോടും ദൈവം തമ്പുരാൻ ശാന്തമായി ഈ ചോദ്യം ചോദിക്കുന്നു. സ്നേഹിതരെ, നമ്മൾ വന്ന കാര്യം എന്ത്? നമ്മൾ വന്ന കാര്യം നമുക്ക് കൃത്യതയുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനത്താൽ നാം വായിക്കപ്പെടുന്നതിനും വേണ്ടി വളരെ മനസ്സൊരുക്കത്തോടുകൂടെ വഴിയിൽ പ്രതിബന്ധങ്ങൾ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നനവുള്ള ഒരു ഭൂമിയിൽ നാം കാല് തൊടുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അനുഭവപ്പെടും. ഒന്ന്, ഭൂമിയുടെ നനവ് നമ്മുടെ പാദത്തിൽ അനുഭവപ്പെടും. 2, നമ്മുടെ പാദത്തിന് തണുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ വചനം നമ്മളാൽ വായിക്കപ്പെടുകയും വചനം നമ്മെ വായിക്കുകയും വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ വചനത്തിൻ്റെ രൂപാന്തര ശക്തി നമ്മെ സ്വാധീനിക്കുകയും നാം ആ സ്വാധീന ശക്തി അറിയുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ശാന്തത, ട്രാങ്ക്വിലിറ്റി നാം അനുഭവിക്കുകയും ചെയ്യും. ഈ ട്രാങ്ക്വിലിറ്റി അല്ലെങ്കിൽ ശാന്തത എങ്ങനെ നമുക്ക് സ്വീകരിക്കുവാനും ലഭിക്കുവാനും ഇടയാകും എന്ന് നമുക്ക് ശാന്തമായി ദൈവം മുൻപാകെ വിനയപ്പെട്ട് ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളിൽ 137-ാമത്തേതാണ്. 137-ാം സങ്കീർത്തനം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും കുറിച്ച് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഹൗ ക്യാൻ വി സിംഗ് ദ സോങ് ഓഫ് യാഹ്വേ ഇൻ എ ഫോറിൻ ലാൻഡ്? ഞങ്ങൾക്ക് അന്യദേശത്ത് യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ? നമുക്ക് പ്രാർത്ഥിക്കാം. വചനം രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണല്ലോ ദൈവമേ. നിൻ്റെ വചനത്താൽ
രൂപാന്തരവിധേയരായി. മണൽക്കാറ്റും മരീചികയും മരുപ്പച്ചയും ഈ മരുഭൂയാത്രയിൽ ഞങ്ങളെ തളർത്തും എന്ന് വേവലാതിപ്പെടുമ്പോൾ നിൻ്റെ വചനത്താൽ ഞങ്ങൾക്ക് ശാന്തത നൽകണമേ. ആ ശാന്തത നീ ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൻ്റെ ശാന്തതയാക്കി തീർക്കണമേ. പ്രിയ കർത്താവേ, അങ്ങ് ബേഥലഹേം മുതൽ ഗോൽഗോഥ വരെ യാത്ര ചെയ്തപ്പോൾ, കാൽവറിയുടെ മഹോന്നതങ്ങളിൽ അങ്ങ് കിടന്നപ്പോൾ, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ജീവൻ അങ്ങയുടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ കർത്താവിൽ കണ്ട ശാന്തത ഞങ്ങളും ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അനുഭവിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. നിൻ്റെ വചനം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തെളിമയുള്ളതാക്കണമേ. നിൻ്റെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ. നിൻ്റെ വചനം ഞങ്ങളോട് രൂപാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോൾ അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പറയുവാൻ ഞങ്ങളെ വിനയമുള്ളതാക്കി തീർക്കണമേ. പ്രിയ ദൈവമേ, ഞങ്ങളെ ഇന്ന് നീ ശുദ്ധീകരിക്കണമേ. എളിയടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യർക്കിടയിൽ അഗാധ ഗർത്തങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കഠിന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു പക്ഷേ നമ്മെ പരസ്പരം അകലത്തിൽ നിൽക്കുവാൻ പ്രേരിപ്പിക്കുകയും ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ വേദന അനുഭവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും നാം നിൽക്കുന്ന ഇടത്ത് ഞാൻ ആരുമല്ല എന്ന് തോന്നുന്ന ഒരു അന്യപ്പെടൽ നമുക്ക് ഒരുക്കുന്നതുമായിരിക്കും. ഈ വേദഭാഗം വളരെ പ്രസിദ്ധമാണ്. 137 സങ്കീർത്തനം ബാബേലിൻ്റെ തീരത്ത് നാടുകടത്തപ്പെട്ട ഒരു കൂട്ടം പാട്ടുകാർ പാടുന്ന പാട്ടാണ്. BC 593 586 583 ബാബിലോൺ യെരുശലേമിനെ ആക്രമിച്ചു, സിയോനെ തകർത്തു. സിയോനെ തകർക്കുക മാത്രമല്ല, യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഒരു കല്ലിൽ നിന്ന് ഒരു കല്ല് ശേഷിക്കാതെ വണ്ണം അവരെ ആകമാനം തകർത്ത് തരിപ്പണമാക്കി. തകർത്ത് തരിപ്പണമായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഗായകരായിരിക്കുന്ന, പള്ളിയിലെ ഗായകരായിരിക്കുന്ന, യെരുശലേം ദേവാലയത്തിലെ ഗായകരായിരിക്കുന്ന ആളുകളെ, യെരുശലേമിലെ സമർത്ഥരായിരിക്കുന്ന മിടുക്കന്മാരെ അവിടെ നിന്ന് ബന്ദികളാക്കി അവർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വെറുമൊരു പ്രവാസത്തിലേക്കുള്ള പോക്കല്ലത്. വീട് എന്ന സ്നേഹകൂടാരത്തിൽ നിന്ന് അവരെ നിർബന്ധപൂർവം വലിച്ചിഴച്ചു കൊണ്ടുപോയി അവരും അവരുടെ വീടും തമ്മിൽ ഒരു വലിയ ഗർത്തം കുഴിക്കുകയാണ്. ദൈവം തമ്പുരാൻ വസിക്കുന്ന ആലയം എന്ന ദൈവാലയത്തിൽ നിന്ന് അവരുടെ കൺമുൻപിൽ ആ ദേവാലയം ശാമ്പലാക്കി തീർത്തതിന് ശേഷം ആ കൂട്ടായ്മയുടെ കൂടാരത്തിൽ നിന്ന്, ദൈവസമൂഹത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് അവരെ നിർബന്ധപൂർവം നാടുകടത്തുകയാണ്.
ഇനി നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ഹാരാനിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് ഇറക്കി കൊടുത്ത അവരുടെ നാട്ടിൽ നിന്ന് അവരെ വലിച്ചിഴച്ച് വളരെ ബോധപൂർവം നിർബന്ധപൂർവം അവരെ ഈ ബാബിലോണിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ബാബിലോണിലോട്ട് പോകുന്നവർ അവരുടെ ഓർമ്മകളിൽ നിന്ന് എന്നേക്കും തള്ളപ്പെടുകയാണ്. അവരുടെ വിശ്വാസത്തിൽ നിന്ന് എന്നേക്കുമായി തള്ളപ്പെടുകയാണ്. അവരുടെ സ്നേഹകൂടാരമായ ബന്ധുക്കളിൽ നിന്ന് അവർ എന്നേക്കും തള്ളപ്പെടുകയാണ്. ബോധപൂർവമായി ഈ ബാബിലോൺ കുഴിച്ച കുഴിയാണിത്. ഈ ബോധപൂർവമായി കുഴിച്ച കുഴിയിൽ അവർ പോകുമ്പോൾ അവരുടെ നാടും അവരുടെ വീടും അവരുടെ ദേവാലയവും അവരുടെ സംസ്കാരവും അവരുടെ ബന്ധുക്കളും അവരുടെ ടെറിറ്ററിയും എല്ലാം നഷ്ടപ്പെടുന്നതിലൂടെ അവർ പാതി മരിക്കുകയാണ്. പാതി മരിച്ച ശരീരവുമായി അവർ ബാബിലോണിൻ്റെ നദിയുടെ കരയിൽ ചെല്ലുകയാണ്. ബാബിലോണിൻ്റെ നദിയുടെ കരയിൽ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ കാറ്റുകൊള്ളാൻ ചെന്നതല്ല. ഈ ഊഴിയ വിചാരകന്മാർ അവരെ ഈ നദിയുടെ ആഴം കൂട്ടുന്നതിന് വേണ്ടി, നദിക്കകത്തടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി മാറ്റുന്നതിന് വേണ്ടി അവരെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അവരെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ കയ്യിൽ അവർ കൊണ്ടുപോയ കിന്നരങ്ങളുണ്ടായിരുന്നു. അവർ ആ കിന്നരങ്ങൾ തൊട്ടടുത്തുള്ള അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടിട്ട് അവർ ലോകത്തോട് പറയുന്നൊരു വലിയ പ്രത്യാശയുടെ സംഗീതമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞങ്ങളുടെ ഇടത്താവളമാണ്, ഇത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനല്ല, ഇത് ഞങ്ങളുടെ വഴിയമ്പലമാണ്, ഇവിടെ ഞങ്ങൾ പിൽഗ്രിംസാണ്, ഇവിടെ ഞങ്ങളുടെ വിശ്വാസത്തെ സ്ഫുടം ചെയ്യുന്ന അനുഭവമാണ്, ഇവിടെ ഞങ്ങൾ പാതി മരിച്ചവരായി ഊഴിയവേല ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ സ്ഫുടം ചെയ്യുവാൻ ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളുടെ മനസ്സും ശരീരവും ഞങ്ങളുടെ ജീവിതവും ദൈവത്താൽ സ്ഫുടം ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണിത്. ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഞങ്ങൾ ശക്തി ആർജിച്ചിട്ട് അവൻ്റെ ദിവസം വരുമ്പോൾ, യഹോവയുടെ ദിവസം വരുമ്പോൾ ഞങ്ങൾ പാടും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതുപോലുള്ള സാഹചര്യമുണ്ട്. എന്താണത്? നമുക്കറിയാം, പലതരത്തിലുള്ള നാടുകടത്തലുകളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എക്സൈലാണ്, അറിഞ്ഞുകൊണ്ടുള്ള നാടുകടത്തലാണ്. രണ്ട്, ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മനുഷ്യർ ബോധപൂർവവും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തൻ്റെ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് എന്തും വന്നുകൊട്ടെ എന്ന് പറഞ്ഞ് അവർ പ്രാണരക്ഷാർത്ഥം ഓടി അഭയാർത്ഥികളായി പോകുന്ന ഒരു അഭയാർത്ഥികളുടെ സഞ്ചാരപഥമുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു ബോട്ട് മറഞ്ഞു, അങ്ങനെ പോയ അഭയാർത്ഥികളെ കൊണ്ട് 56 പേര് മരിച്ചു. 56 പേര് മരിച്ചു. ഇനി വേറൊന്നുണ്ട്, അതിൻ്റെ ഏറ്റവും താഴത്തെ ഫോമാണ്, അത് പ്രവാസമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ നന്മയും കൂടുതൽ ജീവിതാനുഭവങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവാസത്തിലേക്ക് പോകുന്ന, വേറൊരു രാജ്യത്തിലേക്ക് നല്ല ജോലി തോടി പോകുന്ന അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, അതിനപ്പുറമായി മരുഭൂവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ ഇടയിലുള്ള നാടുകടത്തലുകളുണ്ട്.
നാം അനുഭവിക്കുന്ന നാടുകടത്തലുകളുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ബോധപൂർവമായി സമൂഹങ്ങളെ തമ്മിൽ അകറ്റുന്ന, വിടവുകൾ സൃഷ്ടിക്കുന്ന, നികത്താനാവാത്ത ഗർത്തങ്ങൾ സൃഷ്ടിക്കുന്ന ബോധപൂർവമായ ഇടപെടലുകളുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ദേശത്ത് തന്നെ അന്യരായി കഴിയുന്നവരുണ്ട്. ഒരു ദേശത്ത് തന്നെ പാട്ടുപാടുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരു ദേശത്ത് തന്നെ യഹോവയുടെ ഗാനം ഒരുപക്ഷെ പാടുന്നതിനിടയിൽ വിലാപഗാനമായി തീരുന്ന സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് റെക്ടോറിക്കലായിട്ട് പറയാൻ പറ്റും, സ്വന്തം ദേശത്ത് അന്യരായി ഞങ്ങൾ യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ? സ്വന്തം ദേശത്ത് അന്യരായി ഞങ്ങൾ യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നൈജീരിയയിൽ നമുക്കറിയാം, കൂട്ടക്കൊല നടക്കുമ്പോൾ ആരെയാ കൊല്ലുന്നതെന്ന് നിങ്ങൾക്കറിയാം. കൂട്ടക്കൊല നടക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് ഭയപ്പെട്ട് കഴിയുകയാണ്. സ്വന്തം രാജ്യത്ത് അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി ആമുഖപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുമസിന് വേണ്ടി പാട്ടിന് നാം സന്തോഷത്തോടുകൂടെ പോകുമ്പോൾ ക്രിസ്തുമസിൻ്റെ ഉത്സവഗാനം നമ്മുടെ ശോകഗാനമായിട്ട് മാറുകയാണ്. സ്വന്തം ദേശത്ത് അന്യരായി ഞങ്ങൾ എങ്ങനെ യഹോവയുടെ ഗീതം പാടും? ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പാട്ടാണ്, ഉള്ളിൽ നിന്നുള്ള ചോദ്യമാണ്. അങ്ങനെങ്കിൽ സ്നേഹിത, നീ ഇന്ന് വന്ന കാര്യം എന്ത്? സ്നേഹിതരെ, നാം ഇന്ന് ഈ പ്രതിബന്ധത്തിൻ്റെ മധ്യത്തിൽ ഇവിടെ വന്നതിൻ്റെ കാര്യമെന്ത്? സുവിശേഷത്തിൻ്റെ നനവ് നമ്മുടെ പാദങ്ങളിൽ മാത്രമല്ല, സുവിശേഷത്തിൻ്റെ നനവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ട്രാങ്ക്വിലിറ്റി ഉണ്ട്. ട്രാങ്ക്വിലിറ്റിക്ക് പറയുന്ന പേരാണ് ശാന്തത എന്ന് പറയുന്നത്. ശാന്തത, അത് ശാന്തത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കടലിൽ ഓളങ്ങളില്ലാത്ത അവസ്ഥ. ഈ ബാബിലോണ്യക്കാർ അവിടെ പാർക്കുന്നുവെങ്കിലും അവർ അലരി വൃക്ഷത്തിന്മേൽ തങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടിട്ട് അവർ അവിടെ ശാന്തത അനുഭവിക്കുന്നുണ്ട്. ആ ശാന്തത അനുഭവിക്കാനുള്ള ഒരു 4 കാര്യം പറഞ്ഞ് ഇന്നത്തെ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം എന്ന് കരുതട്ടെ. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ത്രിയേക ദൈവത്തിലുള്ള ആഴമായ ഉറപ്പും ത്രിയേക ദൈവത്തിലുള്ള ആഴമായ പ്രത്യാശയും ത്രിയേക ദൈവത്തിലുള്ള ആഴമായ ആശ്രയവുമാണ് നമുക്ക് ശാന്തത നൽകുന്നത്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും പാട്ടറിയാവുന്ന ആളുകൾ, ആസ്ഥാന ഗായകരായിട്ടിരുന്ന് പാടിയ ആളുകൾ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ, നമുക്കൊന്ന് ഉല്ലസിക്കാമെന്ന് പറഞ്ഞപ്പോൾ, പ്രാഗ്മാറ്റിസം അറിയാവുന്നവരായിരുന്നെങ്കിൽ, പുഷ് ഓഫ് പ്രാഗ്മാറ്റിസം ഉള്ളവരായിരുന്നെങ്കിൽ അവർ പാടിയേനെ, അവർ ഉല്ലസിച്ചേനെ. പക്ഷേ അവരത് ചെയ്യുന്നില്ല. അവർ ചോദിക്കുന്നത്, ഞങ്ങൾ അന്യദേശത്ത് യഹോവയുടെ ഗീതം പാടുന്നതെങ്ങനെ? കാരണം യഹോവയുടെ മൂല്യസങ്കല്പവും ദൈവം തമ്പുരാൻ ത്രിയേക ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ മൂല്യസങ്കല്പങ്ങളും ബാബിലോണിലെ ആർഭാടത്തിൻ്റെയും ബാബിലോണിലെ ഒരു ഉന്മാദത്തിൻ്റെയും മൂല്യസങ്കല്പങ്ങളും തമ്മിൽ സമരസപ്പെടാത്തിടത്ത് ഞങ്ങളിത് പാടില്ല എന്ന് പറയുകയാണ്. ഞങ്ങളിത് പാടില്ല എന്ന് പറയാൻ അതിന് 2-3 വശങ്ങളുണ്ട്. നമുക്കറിയാം, പാട്ട് എന്ന് പറയുന്നത് വെറുതെ വരുന്നതല്ല. പാട്ടെന്ന് പറയുന്നതിനെക്കുറിച്ച് മനോഹരമായൊരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്താണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെ, പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു ഡെഫിനിഷനുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാമല്ലോ. പോയട്രി is the spontaneous overflow of powerful feelings. എന്നിട്ട് നെക്സ്റ്റ് സെൻറ്റൻസ് അദ്ദേഹം പറയുന്നത്,
It takes its origin from emotions recollected in tranquility. ഞങ്ങളുടെ ഫീലിങ്സിൻ്റെ നിർഗളമായ ഒഴുക്കാണ് ഗാനമെന്ന് പറയുന്നത്. ആ ഗാനം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു ശാന്തതയിൽ നിന്ന് വരുന്ന ഗാനമാണ്. ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ശാന്തതയുണ്ടെങ്കിൽ മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ. വേട്ടമല പീലിപ്പോസ് സ്വദേശിയുടെ ഒരു ചരിത്രം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 1952 എൻ്റെ ഓർമ്മ. അദ്ദേഹം അച്ഛൻ കോവിൽ 6 കടക്കുകയാണ്. നല്ല മഴയുള്ള സമയമാണ്. വള്ളം മുങ്ങിയിട്ട് വള്ളം ഒന്ന് പൊങ്ങി. അദ്ദേഹം നീന്തറിയാവുന്ന ആളാണ്. അദ്ദേഹം ആ വള്ളത്തിൽ പിടിച്ചു. വള്ളത്തെ പിടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്താലുള്ള തൻ്റെ ശാന്തത തൻ്റെ ഹൃദയത്തിൽ നിന്ന് തൻ്റെ നാവുകളിലേക്ക് ഫീലിംഗായും വാക്കുകളായിട്ടും വന്നിട്ട് ആ വാക്കുകളിൽ അദ്ദേഹം പാടുന്ന പാട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഗായക സംഘം കൂടെ ഒന്ന് പാടിയ, എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര പാട്ടും അറിയാവുന്ന ആളല്ല. ആ പാട്ടാണ് ഈ വാരിധിയിൻ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഈ വാരിധിയിൻ വൻതിരയിൻ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയൻ നാട്ടിലെത്തുമേ, വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ. അതുകൊണ്ട് ഈ ശാന്തത ദുഃഖവും പ്രയാസവും ഒന്നുമില്ലാത്ത അനുഭവത്തിലല്ല, മറിച്ച് അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ, ആശ്രയത്തിൻ്റെ, പ്രത്യാശയുടെ വെളിച്ചത്തിൽ നമ്മുടെ സമസ്ത ജീവിത സാഹചര്യങ്ങളെയും രൂപപ്പെടുത്തുന്ന അനുഭവമാണ് ഈ ശാന്തത എന്ന് പറയുന്നത്. ഈ സുറിയാനിയിൽ, ഞാൻ സുറിയാനി പണ്ഡിതനൊന്നുമല്ല, എന്നാലും സുറിയാനിയിൽ നിന്നാണല്ലോ നമ്മുടെ ആരാധന ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, കാർമികൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞതിനാണ് ലോകത്തിന് ബാക്കിയുള്ള ഭാഗം പറയും. അത് കഴിഞ്ഞതിന് ശേഷം ഏവൻഗേലിയോൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പറയും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് കാർമികൻ പറയും. എന്നാൽ അതിനകത്തെ ഒറിജിനൽ ഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്, തുടക്കത്തിലുള്ളത് ശ്ലോമോ ല കുൽക്കുൻ എന്ന് പറയും. ശ്ലോമോ ല കുൽക്കുൻ എന്ന് പറഞ്ഞാൽ സമാധാനമെന്നാണ്, പീസാണ്. എന്നാൽ വേദപുസ്തകം വായിച്ച് ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സാധാരണ ഒരു സമാധാനമല്ല. അവിടെ പറയുന്ന സമാധാനത്തിന് പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ശയനോല കുൽക്കുൻ എന്നാണ്. ശയനോല കുൽക്കുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രാങ്ക്വിലിറ്റി എന്നാണ്, ശാന്തത എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഇന്ന് ഞാൻ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണണമല്ലോ. പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഡിസേൺ ഡിവൈൻ ട്രാങ്ക്വിലിറ്റി ഇൻ അവർ എക്സൈൽസ്. നമ്മുടെ നാടുകടത്തൽ അനുഭവത്തിൽ, നമ്മുടെ പ്രവാസ അനുഭവത്തിൽ എങ്ങനെയാണ് ട്രാങ്ക്വിലിറ്റി നമുക്ക് സ്വായത്തമാകുന്നത്? ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ 4 ചിന്തകൾ പങ്കുവെക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, അവർ ഈ തോട്ടിൽ നിന്ന് ചെളിയൊക്കെ വാരിയതിന് ശേഷം അവർ കരയ്ക്ക് ഒന്ന് ശാന്തമായി മൗനമായി ഇരുന്നു. അവരോട് പാട്ടുപാടാൻ ചോദിക്കുമ്പോൾ അവർ ആദ്യം മൗനമായിട്ടിരിക്കുകയാണ്.
ഒന്ന് മൗനമാണ്. അതിന് നമുക്ക് കുറച്ചുകൂടെ ശാന്തമായി പറഞ്ഞാൽ സൈലൻസാണ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശാന്തത എന്നാണ് അതിൻ്റെ പേര്. അവരൊരല്പനേരം മിണ്ടാതിരുന്നിട്ട് രണ്ടാമതവർ ചെയ്തത് അവർ കരഞ്ഞു. ക്രൈ, അവർ കരഞ്ഞു. മൂന്നാമത്തതെന്ന് പറയുന്നത് അവർ യെരുശലേമിനെ കുറിച്ച് ഓർത്തു. ഓർമ്മ, റിമെമ്പറൻസ് ഓർ മെമ്മറി. ഒന്ന്, അവർ സൈലൻ്റായിട്ടിരുന്നു. സൈലൻസ് മെയ്ഡ് ദം ടു എക്സ്പീരിയൻസ് ട്രാങ്ക്വിലിറ്റി. പിന്നെ അവർ ചെയ്തത് അവർ കരഞ്ഞു. അതവർക്കൊരു ആന്തരിക ശാന്തതയുണ്ടാക്കി. മൂന്ന്, അവർ ഓർത്തു. അവർ യെരുശലേമിനെ കുറിച്ച് ഓർത്തു, സിയോനെ കുറിച്ച് ഓർത്തു. ഓർത്തപ്പോൾ അവർക്ക് കരച്ചിലൊക്കെ വന്നു. അവർ ആ ഓർമ്മയ്ക്ക് ശേഷം അവർ ഈ തൂക്കിയിട്ടിരിക്കുന്ന കിന്നരങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ പാടാനുള്ളതല്ലത്. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുവാനുള്ളതല്ല. ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ട്രാങ്ക്വിലിറ്റി അവർ അനുഭവിച്ചതിൻ്റെ 4 വിധങ്ങളാണ്. 1, സൈലൻസ്, ശാന്തത. 2, അവരുടെ കരച്ചിൽ. 3, അവരുടെ ഓർമ്മ. 4, അവരുടെ പ്രത്യാശ. നാടുകടത്തപ്പെട്ട, എല്ലാവരാലും പിടിച്ചുകെട്ടപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് പ്രതിരോധിക്കുവാനുള്ള 4 മാർഗങ്ങൾ ഇതുമാത്രമേ ഉള്ളൂ. അവൻ്റെ മനസ്സിലെ ഹിതം തിരിച്ചു പറയുവാൻ കഴിയുന്ന 4 മുഖാന്തരങ്ങളും വഴികളും ഇതുമാത്രമേ ഉള്ളൂ. 1, ശാന്തതയാണ്. എന്താണ് ഈ ശാന്തത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ശാന്തത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു മൗനമാണ്. നിശബ്ദത ദൈവത്തെ ഹൃദയം കൊണ്ട് തിരിച്ചറിയുന്ന അനുഭവമാണ്. നിശബ്ദത എന്ന് പറയുന്നത് ഒരു ചെറുത്തുനിൽപ്പാണ്. നിശബ്ദത എന്ന് പറയുന്നത് ചില ഓർമ്മപ്പെടുത്തലാണ്. നിശബ്ദത എന്ന് പറയുന്നത് ഹൃദയമണ്ഡലത്തെയും ബുദ്ധിമണ്ഡലത്തെയും ദൈവഹിതത്തോട് സമരസപ്പെടുത്തുന്നതാണ്. ഹൃദയമണ്ഡലത്തെയും ബുദ്ധിമണ്ഡലത്തെയും ദൈവത്തിൻ്റെ ഹിതത്തോട് സമരസപ്പെടുത്തുന്നതാണ്, ഒരുമിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കിഴക്കൻ സഭാപിതാക്കന്മാർ പറയും, സൈലൻസ് എന്ന് പറയുന്നത്, സൈലൻസ് ഈസ് ദ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ശാന്തത അല്ലെങ്കിൽ വർത്തമാനം പറയാതിരിക്കുക എന്ന് മാത്രമല്ല, ശാന്തത എന്ന് പറയുന്നത് പുറത്തുള്ള ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് മാറി നിന്ന് ദൈവത്തോടുള്ള ഒരു ആത്മഗതത്തിൻ്റെ അനുഭവമാണ്. നമുക്കറിയാം, അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവ് ആറ്റുനോറ്റിരുന്നിട്ട് അവർക്ക് ലഭിച്ച ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ട് മോറിയാ മലയിലേക്ക് യാത്ര പോകുന്നുണ്ട്. അങ്ങനെ മോറിയാ മലയിലേക്ക് യാത്ര പോകുമ്പോൾ ഏകദേശം 3 ദിവസം യാത്രയ്ക്കെടുക്കുന്നുണ്ട്. ആ 3 ദിവസം യാത്രയ്ക്കെടുക്കുന്നുവെങ്കിലും അവർക്ക് ഈ മോനും അപ്പനും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2-3 വാചകങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്മശാനമൂകമായ ഒരു ശാന്തത, സൈലൻസ് അവിടെ നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ദുഃഖത്തിലിരിക്കുമ്പോൾ നമുക്കധികം സംസാരിക്കാൻ കഴിയില്ല. കഠിനതകളിലൂടെ കടന്നു പോകുമ്പോൾ അധികം സംസാരിക്കുവാൻ നമുക്ക് കഴിയില്ല. അതുമാത്രമല്ല, എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം
അബ്രഹാം എന്ന പിതാവുണ്ട് ഒരു വശത്ത്, മറുവശത്ത് അബ്രഹാം ദൈവത്തിൻ്റെ ദാസനെന്നുള്ള അബ്രഹാമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ദാസനെന്നുള്ള തൻ്റെ അസ്തിത്വവും മറുവശത്ത് ഒരപ്പനെന്നുള്ള അസ്തിത്വവും തമ്മിൽ ഉള്ള ഒരു വലിയ വടംവലി തൻ്റെ ഹൃദയത്തിനുള്ളിൽ വരുന്നുണ്ട്. ഒരു അഭയാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ ബാബിലോണിൻ്റെ കേസിൽ ഒരു നാട് കടത്തപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത ഒരു കഠിനാനുഭവമാണ്. അവരുടെ സ്വന്തം ദേശത്തുമല്ല, അവർ എത്തിപ്പെട്ട ദേശത്തും അവരാരുമല്ല എന്ന് പറയുന്ന ഒരു കഠിനാനുഭവമാണ്. ഈ കഠിനാനുഭവത്തിൽ ഈ അബ്രഹാമിൻ്റെ ഉള്ളിലെ അപ്പനായ അബ്രഹാമും അബ്രഹാമിൻ്റെ ഉള്ളിലെ അപ്പനല്ലാത്ത ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടാകുന്നുണ്ട്. ആ മൽപ്പിടുത്തത്തിനകത്ത് അബ്രഹാമിൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ദാസനെന്ന ചിന്ത പ്രബലപ്പെടുന്നത് കൊണ്ടാണ് അബ്രഹാം പറയുന്നത്, മകനെ, യാഗത്തിന് ദൈവം കരുതിക്കൊള്ളും എന്ന് പറയുന്നത്. അത് ചുമ്മാതെ പറയുന്നതല്ല, തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ആ ശാന്തതയിൽ നിന്നുളവാകുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ശാന്തമായ ധ്യാനത്തിൻ്റെ വഴി ആവശ്യമാണ്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിനെ പീലാത്തോസിൻ്റെ ആസ്ഥാന മന്ദിരത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പീലാത്തോസിൻ്റെ ആസ്ഥാന മന്ദിരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്നുണ്ട് ആസ്ഥാന മന്ദിരത്തിൽ നിന്നുകൊണ്ട് യേശുവിനോട്, നീ എവിടെ നിന്നാകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവിൽ നിന്ന് വന്നത് മൗനമാണ്. കർത്താവിൽ നിന്നത് മൗനമാണ്. മൗനമെന്ന് പറഞ്ഞാൽ, ഞാൻ അനുനിമിഷം എൻ്റെ പിതാവിൻ്റെ ഹിതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീതിമാൻ മൗനമോടെ ന്യായസ്ഥാനത്തിൽ ഏതു മുര ചെയ്യാതടികൾ കൊണ്ടിടുന്നു. ബലിയാടെ പോലെ അവൻ എതിർക്കാതെ നിൽക്കും നേരത്തിൽ യൂദജനം ദ്വേഷത്താൽ ക്രൂശിപ്പാൻ അലറുന്നു. ക്രൂശിപ്പാൻ അലറുന്നവരുടെ മുമ്പിൽ ശാന്തതയോട് നിൽക്കുന്ന അനുഭവമാണ് ക്രിസ്താനുഭവം. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തെഫാനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലാൻ കൊണ്ടുപോകുന്നുണ്ട്. കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവൻ സ്വർഗത്തേക്ക് നോക്കി മൗനമായി നിൽക്കുന്നുണ്ട്. അത് പിതാവിനോട് നോക്കുകയാണ്. അങ്ങനെ മൗനമായിട്ട് നിൽക്കുന്ന അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, അവൻ്റെ മുഖം ആരുടെ മുഖം പോലെയായി തീർന്നു? അവൻ്റെ മുഖം ഒന്ന് പറഞ്ഞാട്ടെല്ലാവരും, അവൻ്റെ മുഖം ആരുടെ മുഖം പോലെയായി തീർന്നു? അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു നാടുകടത്തപ്പെട്ടവൻ എന്നുള്ള നിലയിലോ, ഒരു പ്രവാസി എന്നുള്ള നിലയിലോ, ഒരു അഭയാർത്ഥി എന്നുള്ള നിലയിലോ നമുക്ക് പ്രതിരോധിക്കുവാൻ, നമുക്ക് എതിർത്തു പറയുവാൻ നമ്മളെ മുഴുവൻ ചങ്ങലകളാൽ വരിയുന്ന സാഹചര്യം, അത് ഏത് ഭാഗത്തു നിന്നായാലും നമ്മുടെ ആന്തരിക ശക്തിയിൽ നമ്മൾ തെളിമയുള്ളവരായി തീരുകയാണ്. ഇതാണ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരനാണ് ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി. 13-ാം നൂറ്റാണ്ടിലെ ഒരു പേർഷ്യൻ കവിയാണ്. അദ്ദേഹം ഒരു സൂഫി കവിയാണ്. ഞാൻ കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, wherever water flows, life flourishes. Wherever tears fall, divine mercy shone. എവിടൊക്കെ കണ്ണുനീര് വീഴുന്നുവോ അവിടെ
ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ കരുണ പൊഴിയും എന്ന് നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കരുണ കാക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ സ്നേഹം കാക്കുവാൻ ചെയ്യുന്ന കർമ്മം നമ്മിൽ നിന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് കരുണയും സ്നേഹവും സഹനവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ്. ക്രിസ്തു ആരാണെന്ന് 5-ാം നൂറ്റാണ്ടിലെ ക്രിസോസ്റ്റത്തോട് ചോദിച്ചാൽ, സെയിൻറ്റ് ക്രിസോസ്റ്റത്തോട് ചോദിച്ചാൽ പറയും, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആകത്തുകയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അങ്ങനെങ്കിൽ സ്നേഹവും ത്യാഗവും സഹനവും കാക്കുന്ന കർമ്മം ഓരോ നിമിഷവും പ്രവർത്തിപ്പാൻ മാർത്തോമക്കാരും എൻ്റെ ശബ്ദപരിധിയിൽ ഒരുപക്ഷെ ഓൺലൈനിലും കേൾക്കുന്ന എല്ലാവരിൽ നിന്നും ദൈവം തമ്പുരാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമയപരിമിതി ഉണ്ടല്ലോ. അങ്ങനെങ്കിൽ സ്നേഹം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവമായ ഈ സ്നേഹവും ത്യാഗവും സഹനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്? ഈ ലെസ് മിസറബിൾസ് എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോയുടെ ആ കൃതിക്കകത്തെ ഒരു കഥാപാത്രമാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം, ജീൻ വാൾജിനെ അറിയാം. എന്നാൽ അതിനകത്ത് വളരെ പ്രധാനമായ ശ്രദ്ധേയമായ ഒരു റോൾ എടുക്കുന്ന ഒരാളാണ് ബിഷപ്പ് മെരിയേൽ എന്ന് പറയുന്ന ആൾ. നമുക്ക് കഥ നല്ലതുപോലെ അറിയാം. കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിൽ ഒരു പാവപ്പെട്ട കുടുംബമാണ്, വളരെ പട്ടിണി കിടക്കുന്ന കുടുംബമാണ്. ആ പട്ടിണി കിടക്കുന്ന കുടുംബത്തിൽ ആങ്ങളയുണ്ട്, പെങ്ങൾ കുടുംബമായിട്ട് പാർക്കുകയാണ്. പെങ്ങളുടെ കുഞ്ഞ് ഭക്ഷണമില്ലാതെ വിശന്ന് കരയുകയാണ്. വിശന്ന് കരയുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ആങ്ങള വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി തൊട്ടടുത്ത ഒരു റൊട്ടിക്കടയിൽ അദ്ദേഹം കുറച്ചു നേരം നോക്കി നിന്നിട്ട് ആ റൊട്ടിക്കടയിൽ നിന്ന് ഒരു റൊട്ടി മോഷ്ടിച്ചു. അത് പോലീസിൽ കേസ് കൊടുത്തു, പോലീസിൽ പിടിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ 19 വർഷം തടവിന് വിധിച്ചു. ആ 19 വർഷം തടവ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരികെ വരികയാണ്. അങ്ങനെ തിരികെ വരുന്ന വഴിക്ക്, വീട്ടിലോട്ടുള്ള വഴിക്ക് അദ്ദേഹം സന്ധ്യയായി. നോക്കിയപ്പോൾ അടുത്തൊരു വീട്, നല്ല മനോഹരമായൊരു കൊട്ടാരം സദൃശ്യമായൊരു വീട് ഉണ്ട്. ആ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അങ്ങോട്ടൊന്ന് കയറാമെന്നും കണ്ട് അങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ അദ്ദേഹം അകത്ത് കയറി. അകത്തു നിന്ന് ഒരാൾ വന്നു. മനസ്സിലായി അത് ഈ ബിഷപ്പ് മെരിയേലാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാവമൊക്കെ കണ്ടു. ഭക്ഷണം കൊടുത്തു, ഒരുമിച്ച് ഭക്ഷണമേശയിലിരുന്ന് ഭക്ഷണം കൊടുത്തു. വൈകിട്ട് ഒരു മുറി കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഇനി നടക്കണ്ട, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ കിടന്നു. അദ്ദേഹം രാത്രിയിൽ ഈ ചെറിയ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ തൻ്റെ ടേബിളിൽ സെർവ് ചെയ്ത നല്ല സിൽവർ സ്പൂൺ കണ്ടു, നല്ല സിൽവർ മെഴുകുതിരിക്കാല് കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ആ ഭാണ്ഡത്തിനകത്ത് ഈ സിൽവർ സ്പൂണുകളും മെഴുകുതിരിക്കാലും എടുത്തിട്ടിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ പോലീസ് പിടിച്ചു. പോലീസ് പെട്ടെന്ന് ഈ ബിഷപ്പിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഈ തിരുമേനയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയ മോഷണദ്രവ്യം കൊണ്ട് വന്നതാണ് എന്ന് പോലീസുകാരൻ പറയുമ്പോൾ ഈ ബിഷപ്പ് മിരിയേൽ പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഇത് മോഷ്ടിച്ചതല്ല, ഞാൻ അവന് കൊടുത്തതാണ്. ഇദ്ദേഹം ഇത് മോഷ്ടിച്ചതല്ല, ഇദ്ദേഹം ഇത് ഞാൻ കൊടുത്തതാണ്. വർത്തമാന ശുശ്രൂഷയ്ക്കകത്ത് റെക്കൺസിലിയേഷൻ്റെ ഭാഗമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഭാവമുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷയ്ക്കകത്ത് സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഭാവമുണ്ട്.
അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാവത്തിനകത്ത് സ്നേഹത്തിൻ്റെ കർമ്മം കാക്കുന്നത് കഠിന അപരാധമായി ഒരുപക്ഷെ ചിത്രീകരിക്കുന്ന സമൂഹ മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ബിഷപ്പ് ഇന്നത്തെ ഏതെങ്കിലും ഒരു ബിഷപ്പായിരുന്നെങ്കിൽ ഇത്രയും ഒന്നും വേണ്ട, ഇതിൻ്റെ 4-1 മതി, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. പക്ഷെങ്കിൽ ഈ 19, 20, 21 നൂറ്റാണ്ടുകളിൽ എല്ലാ സ്കൂളുകളിലും സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ആർദ്രതയെക്കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത പാഠപുസ്തകമാണ് ഈ പാഠപുസ്തകം. നമ്മൾ മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മാറിയിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ആന്തരികമായ ശാന്തത കുറഞ്ഞിട്ട് നമ്മളുടെ അകത്തും ഇളക്കങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമ്മളുടെ അകത്തും ഇളക്കങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു കുളത്തിലേക്ക്, ശാന്തമായി ഒഴുകുന്ന ഒരു കുളത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിട്ടാൽ അതിനകത്ത് റിപ്പിൾസ് ഉണ്ടാകും. ആ കല്ലെടുത്തിട്ടാൽ റിപ്പിൾസ് ഉണ്ടാകും. കുറച്ചു നേരം കല്ലെടുത്തിടാതിരുന്നാൽ ആ കുളം ശാന്തമായിരിക്കും. കുളം ശാന്തമാകുമ്പോൾ കുളത്തിനകത്ത് നമ്മൾ കാണുന്നത് ആകാശത്ത് കിടക്കുന്ന അമ്പിളിയമ്മാവനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതാണ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഐറേനിയോസ് പറയുന്നത്. എന്താണെന്നറിയാമോ? ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ അവൻ ഇമേജ് ഓഫ് ഗോഡിൽ നിന്ന്, ദൈവ സാദൃശ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരൂപമുള്ള പ്രവൃത്തിയിലേക്ക് മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹവും ത്യാഗവും സഹനവും അനുരഞ്ജനവും സമാധാനവും ഉളവാക്കുന്ന കർമ്മം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. ഇനി 2, ഈ ബാബിലോണിലെ പ്രവാസികൾ അവർ ഈ തങ്ങളുടെ തൂക്കിയിട്ടിരിക്കുന്ന അലരിവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടിരിക്കുന്ന കിന്നരങ്ങളെ നോക്കുകയാണ്. ആ കിന്നരങ്ങളെ നോക്കിയപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അവരുടെ നഷ്ടപ്പെട്ട ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്ത വരികയാണ്. അവരുടെ നഷ്ടപ്പെട്ട ദേവാലയത്തിൻ്റെ ഓർമ്മകൾ അവരെ വേട്ടയാടുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ സ്നേഹകൂടാരമാകുന്ന വീടിനെക്കുറിച്ചുള്ള ഓർമ്മ വരികയാണ്. അവരുടെ കൂട്ടായ്മയുടെ കൂടാരമാകുന്ന ആലയത്തെക്കുറിച്ചുള്ള ഓർമ്മ അവർക്ക് വരികയാണ്. അവർ സ്വന്തം ജനവും എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം, അവർ രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ് എന്നുള്ള ആ ഒരു സംഘബോധം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തവർ കരയുകയാണ്. ഇതാണ് കരച്ചിലെന്ന്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അവർ ബാബേലിൽ അവരിരുന്ന് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കരയുന്ന ഒരു സമയം, നാട് കടത്തപ്പെട്ടവർ ഈ കരച്ചിലെന്ന് പറയുന്നതും നിസ്സഹായൻ്റെ പ്രതിരോധമാണ്. അതായത് അവരുടെ ചുറ്റും ഊഴിയ വേലക്കാർ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കരയുകയല്ലാതെ നിവൃത്തിയില്ല. കണ്ണ് അന്ധയായ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ അവൾക്ക് കരയാനല്ലാതെ പിന്നെന്താണ് കഴിയാൻ പറ്റുന്നത്? ഒരു കൂട്ടം ആളുകൾ ക്രൂശിലേക്ക് അയക്കുന്നത് പോലെ കൊണ്ടുപോകുന്ന 2 പെൺകുട്ടികൾ നഗ്നരായി വഴിയിലൂടെ പോകുമ്പോൾ അവരെ കണ്ട് സെൽഫി എടുക്കുകയും അവരെ കണ്ട് ആക്രോശിക്കുകയും അവരെ കണ്ട് കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന ഒരു മോബ് നിൽക്കുകയാണ്. എന്നിട്ട് പരസ്യമായി ഉപദ്രവിക്കുകയാണ്, പരസ്യമായി കൊല്ലുകയാണ്. അവൾക്ക് കരയാനല്ലാതെ എങ്ങനെയാണ് കഴിയുന്നത്? അതുകൊണ്ട് കരച്ചിൽ എന്ന് പറയുന്നത് നിസ്സഹായൻ്റെ പ്രതിരോധമാണ്. നിസ്സഹായൻ്റെ പ്രതിരോധമാണ്. നമ്മുടെ കർത്താവ് കരയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഇതിനകത്തൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. കർത്താവ്
ഞാൻ ആദ്യം തുടങ്ങിയ ഭാഗത്തു നിന്ന് വരട്ടെ. കർത്താവ്, സ്നേഹിത നീ വന്ന കാര്യമെന്ത് എന്ന് ചോദിച്ചതിന് ശേഷമുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ 3 ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് കർത്താവ് ഗെദസമനയിലേക്ക് പോകുന്നുണ്ട്. ഗെദസമനയിൽ ചെല്ലുമ്പോൾ അവൻ്റെ ദുഃഖം മരണവേദന പോലെ അതിദുഃഖമായിരുന്നു. അവൻ കവിണ്ണു വീണു. അവൻ്റെ രക്തത്തുള്ളികൾ കണ്ണുനീരായി രൂപാന്തരപ്പെട്ടു. കണ്ണുനീര് ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവൻ അർപ്പിച്ച തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണമായി രൂപപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിലുള്ള ന്യായാധിപ സംഘത്തിനോ രാഷ്ട്രീയ അധികാരത്തിനോ അവനെ കൊല്ലുക എന്ന് പറയുന്ന ബറബാസിൻ്റെ കൂട്ടുകാർക്കോ ആർക്കും അവൻ്റെ പിതാവിൻ്റെ ഹിതത്തിൽ നിന്ന് തന്നെ തടസ്സപ്പെടുത്തുവാൻ പറ്റില്ല എന്നുള്ള വലിയൊരു നയപ്രഖ്യാപനം കൂടാണ് ഈ കരച്ചിൽ. വലിയൊരു നയപ്രഖ്യാപനം കൂടെയാണ് ഈ കരച്ചിൽ. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ നാട് കടത്തിയവർ അവരുടെ ഗാനമെന്ന് പറയുന്നത്, ഇവർ ഗാനം കേട്ട് മാനസാന്തരപ്പെടാനൊന്നും പറഞ്ഞ പാട്ടല്ലിത്. അവരെന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഊഴിയ വിചാരകരെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് എന്ന് പറയുന്നത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള ഉപാധിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു കലയാണ്, കലാരൂപമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ നാടുകടത്തപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻ്റർടൈൻമെൻ്റ് ഉപാധിയല്ല. നാടുകടത്തപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു കലാരൂപം മാത്രമല്ല. നമ്മുടെ ഗായക സംഘം ഇത്രയും ദിവസം നിന്ന് ഒരുമിച്ച് പാടുന്നല്ലോ. ഇത് കലാരൂപമല്ല, ഇത് എൻ്റർടൈൻമെൻറ്റുമല്ല. വർഷിപ്പ് ഈസ് ഫാർ മോർ ദാൻ മ്യൂസിക്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരുങ്ങി നാം എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പാടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും നമ്മുടെ പിതാക്കന്മാരുടെയും ദൈവമായ യഹോവയെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധനയുടെ സുന്ദര അനുഭവമാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ അന്യദേശത്ത് യഹോവയെ അറിയാത്തവരുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഞങ്ങൾക്കൊരു കൂത്തുകാഴ്ചയായി നിൽക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് കൂത്തുകാഴ്ചയായി നിൽക്കുവാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് സഹോദരങ്ങളെ കൂത്തുകാഴ്ചകളാക്കുന്ന കഠിനമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരനെയും തമ്മിൽ പിണക്കുന്നതിനും സമൂഹങ്ങൾ തമ്മിൽ പിണക്കുന്നതിനും ബോധപൂർവമായി ബാക്ടീരിയയും വൈറസും പകരുകയും പരത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഈ NS മാധവൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് പാൽ പിരിയും കാലം എന്നാണ്. പാൽ പിരിയും കാലത്തിനകത്ത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ, വർത്തമാന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. വിശദീകരിച്ച് പറയാൻ സമയമില്ല. അതായത് 12615 എന്ന് പറയുന്ന ചെന്നൈ ഡൽഹി എക്സ്പ്രസ് 12 മണി നേരം കഴിഞ്ഞ സമയത്ത്, ഏകദേശം ഈ സമയത്ത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു പെട്ടിയുമായി ശരീരമാസകലം വേദനയും പിടിച്ച് ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സാബു എന്നാണ്. സാബു കഷ്ടപ്പെട്ട് ഈ ട്രെയിനിനകത്ത് കയറി ബോഗിക്കകത്ത് തൻ്റെ സീറ്റ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ച അവസാനം സാബുവിൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവിടെ പേര് അൽക്ക എന്നാണ്. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ സന്ധിയാകുന്നു. സന്ധിയാകുമ്പോൾ അൽക്ക പറയുന്നു, സാബുവിൻ്റെ ബർത്ത് താഴെയാണ്, അൽക്കായുടെ ബർത്ത് മുകളിലാണ്. അൽക്കായിക്ക്
സാബുവിൻ്റെ കിടക്കുന്ന ബർത്ത് വേണം. അത് ചോദിക്കുന്നു. സാബു പറയുന്നു, ഞാൻ ഒരു രോഗിയാണ്, എനിക്ക് മുകളിൽ കിടക്കാൻ മേല. ഒടുവിൽ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ തീവ്രതയൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം സാബു ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുകയാണ്. സാബു ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി. റെയിൽവേ സ്റ്റേഷൻ സാബുവിന് തൊട്ടടുക്കൽ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. സാബു അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ സാബുവിൻ്റെ അടുക്കലേക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന ഒരു 3-4 പട്ടികൾ നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. പട്ടികൾ കുരച്ചപ്പോൾ സാബുവിനോട് ചോദിച്ചു. സാബുവിനോട് എന്താ പട്ടി കുരയ്ക്കുന്നതെന്നുള്ള നിലയിൽ ഉള്ള സംഭാഷണങ്ങളുമുണ്ട്. അന്നേരം ഈ അൽക്ക വന്നിട്ട് പോലീസുകാരനോട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ബാഗ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കാട്ട്, അതിനകത്ത് എന്തെങ്കിലും കാണും. പോലീസുകാരൻ വിസമ്മതം പറഞ്ഞു. പോലീസുകാരനോട് ഈ സാബു പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഒരു ശരീരം, എൻ്റെ ഒരു ശരീരഭാഗം, എൻ്റെ വയറ് മുറിച്ച് വയറിനകത്തെ ഒരു മാംസഭാഗം സ്പിരിറ്റിനകത്തിട്ട് ഒരു കവറിനകത്ത് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിന് ബയോപ്സിക്ക് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ഡൽഹിയിൽ വന്നതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ തപ്പാൻ പറയുന്നു. ഇവളുടെ നിർബന്ധം സഹിക്കവയ്യാതെ തപ്പുന്നു, ബാഗ് തപ്പുന്നു. ബാഗിനകത്ത് നിന്ന് ഈ മാംസത്തിൻ്റെ കവറെടുക്കുകയാണ്, അല്ലെ കുപ്പി എടുക്കുകയാണ്. കാരണം മാംസത്തിൻ്റെ കുപ്പി എടുക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ആക്രോശിക്കുകയാണ്, ഇതെന്ത് മാംസം. ഒടുവിൽ പറഞ്ഞ് വന്നവരെല്ലാം ഇവൻ വറുത്ത് തിന്നാൻ കൊണ്ടുവന്ന മാംസമാണ് എന്ന് പറഞ്ഞ് അവനെ അടിച്ചു കൊല്ലുകയാണ്. ആ സമയത്ത് ഗോരഖ്പൂർ എക്സ്പ്രസ് അവിടെ വരുന്നുണ്ട്. ഗോരഖ്പൂർ എക്സ്പ്രസ്സിൽ വന്നവരും ഇത് കേൾക്കുന്നുണ്ട്. അന്നേരം കേട്ടവർ പറയുകയാണ്, ഒരുത്തനെ കയ്യോടെ പിടിച്ചിട്ടുണ്ട്, തൊണ്ടിയോടുകൂടെ പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ചെല്ലുകയാണ്. ചെന്ന് അവസാനം എല്ലാവരുടെയും അടിയേറ്റ് ഈ മനുഷ്യൻ കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈ നനയുന്നു, തൻ്റെ രക്തം തന്നെയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ഓർമ്മയും കണ്ണും അടയുകയാണ്. പ്രിയപ്പെട്ടവരെ, കരച്ചിൽ നിസ്സഹായൻ്റെ പ്രതിരോധവും രോദനവുമാണ്. കണ്ണു കാണാത്ത മിണ്ടാപ്രാണിയെ തലയ്ക്കടിക്കുന്ന വെറുപ്പിൻ്റെ ജ്വരമുള്ളൊരു കാലഘട്ടമാണിത്. അതിന് നമ്മൾ പറയും ദ എയ്സ്തറ്റൈസേഷൻ ഓഫ് ദ എക്സൈൽ എന്ന് പറയും. എയ്സ്തറ്റൈസേഷൻ ഓഫ് ദ എക്സൈൽ, അതായത് ഈ നാട് കടത്തപ്പെട്ടവരെ അവരുടെ വിശ്വാസത്തിൻ്റെയോ അവരുടെ സംസ്കാരത്തിൻ്റെയോ അവരുടെ ദൈവഭാവത്തിൻ്റെയോ അംശം നോക്കാതെ ഇവരുടെ പാട്ട് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപാധിയാക്കി മാറ്റുകയാണ്. സഫറിങ് ഓഫ് ദ എക്സൈൽസ് turned into the spectacle of the oppressor. സിയോൻ ഞങ്ങളുടെ വീടാണ്, സിയോൻ ഞങ്ങളുടെ അസ്തിത്വമാണ്, സിയോൻ ഞങ്ങളുടെ കരച്ചിലാണ്, ഞങ്ങളുടെ സംസ്കൃതിയാണ്. കണ്ണുനീരിൻ്റെ ഭാഷ മനസ്സിലാകാത്ത കഠിന ലോകത്തിൽ രാത്രി മഴ പോലെ അവരുടെ കണ്ണുനീർ പൊഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരുടെയൊക്കെ കരച്ചിലാണ്? ON കുറുപ്പ് സാറിനോട് ചോദിച്ചാൽ പറയും, ഭൂമിക്ക് കരയുകയാണ്. കരയുന്നു ഭൂമി മനുഷ്യ നിൻ്റെ ക്രൂരതയിൽ. നമുക്കറിയാം, രാത്രി മഴ പോലെ കണ്ണുനീർ പൊടിയുകയാണ്. ഭൂമി കരയുന്നു, സ്ത്രീകൾ കരയുന്നു, ഇല്ലാത്തവൻ കരയുന്നു, ഉപേക്ഷിക്കപ്പെട്ടവൻ കരയുന്നു. ഈ കരച്ചിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവമുൻപാകെ ചുമ്മാതെ കരയുന്നതല്ല. ആ കരച്ചിലിൻ്റെ ഉള്ളിലും നമുക്ക് ദൈവഹിതം ഞാൻ നിറവേറ്റുന്നു എന്നുള്ള സഹനത്തിൻ്റെ ശാന്തതയുണ്ട്.
സഹനത്തിൻ്റെ ശാന്തതയുണ്ട്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഹൗ ക്യാൻ വി സിങ് ദ സോങ് ഓഫ് യാഹ്വേ ഇൻ ദി സ്ട്രേഞ്ച് ലാൻഡ്? ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാനായിട്ട് കഴിയുന്നത്? ഇത് പെർഫോമൻസ് അല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് സഭാഗാത്രത്തിനകത്ത് തന്നെ ഒരു പക്ഷേ ആരാധനയുടെ അർത്ഥം ലഘൂകരിക്കുന്ന, പരിമിതപ്പെടുത്തുന്ന അനുഭവങ്ങളുമുണ്ട്. ഇത് എൻ്റർടൈൻമെൻ്റ് അല്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന സുന്ദരമായ അനുഭവമാണ് ആരാധന. അതുകൊണ്ടാണ് കിഴക്കൻ പാരമ്പര്യത്തിനകത്ത് ഈ പഞ്ചേന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരാരാധന അനുഭവമുള്ളത്. മൂന്നാമത്, അവരുടെ ശാന്തതയ്ക്ക് കാരണം അവരുടെ ഓർമ്മയാണ്. നമുക്കറിയാം, ഈ നാട് കടത്തപ്പെട്ടവൻ്റെ, നാട്ടിൽ നിന്ന് പോയവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇന്നലകളിലെ ഓർമ്മകളാണ്. ഇന്നലകളിലെ ഓർമ്മകളാണ്. എന്തൊക്കെ ഓർമ്മകളാണ്? തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ, പള്ളിയിൽ മണിയടിക്കുമ്പോൾ ദൈവം നമ്പുരാൻ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് താൻ പള്ളിയിലേക്ക് പോയ ഓർമ്മ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഓർമ്മ, സൺഡേ സ്കൂളിൽ രാവിലെ പിടിയരിയുമായി പോയ ഓർമ്മ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഓർമ്മ. ഇത് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ് എന്ന് പറഞ്ഞ് പുരോഹിതൻ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വായിലേക്ക് ഇട്ട് തരുമ്പോൾ, ഇതെൻ്റെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണെന്നുള്ള ഓർമ്മ. ഈ ഓർമ്മയല്ലേ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്? ഈ ഓർമ്മയല്ലേ നമുക്ക് ശാന്തത നൽകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നെവിടെ? സ്നേഹിത, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുവാൻ പറ്റുന്ന ഓർമ്മയുടെ പാഠപുസ്തകങ്ങൾ എവിടെ? നല്ല ഓർമ്മകളുടെ പാഠപുസ്തകം ഇല്ലെങ്കിൽ ചീത്ത ഓർമ്മകളുടെ പാഠപുസ്തകം അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും. ചുറ്റുപാടും നമുക്കറിയാം ഇന്ന് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഒരുപക്ഷെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കറിയായിരിക്കും. മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, എല്ലാ വഷളത്തങ്ങളുമുണ്ട്. ഈ വഷളത്തങ്ങളുടെ പാഠപുസ്തകങ്ങൾ അവരുടെ കുഞ്ഞ് തലച്ചോറിൽ എഴുതപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, അവർക്ക് നാളെ കിട്ടുന്ന ഓർമ്മ ഇന്നെഴുതിയ അവരുടെ തലച്ചോറിലെ സ്ക്രിപ്റ്റായിരിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദപരിധിക്ക് ഉള്ളിൽ നിൽക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയുവാനുള്ള ഒന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ ഓർമ്മ അവരുടെ ഹൃദയമെന്ന മാംസപ്പളികയിലും അവരുടെ തലച്ചോറെന്ന അവരുടെ ബുദ്ധികേന്ദ്രത്തിലും എഴുതപ്പെടുന്ന ഓർമ്മകളാക്കി മാറ്റണം. ഓർമ്മകളാക്കി മാറ്റുന്നത് കൊണ്ടാണ് ഇന്ന് ബന്ധാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇന്ന് ബന്ധാണ്, അല്ലെങ്കിൽ ഇന്ന് ഭാരത പണിമുടക്കാണ്. വണ്ടിയുടെ ചില്ല് പോകുമെന്നൊന്നും നമ്മൾ കരുതിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മാരാമൺ കൺവെൻഷൻ എൻ്റെ ജീവിതത്തെ സ്ഫുടം ചെയ്തതാണ്, ആത്മീകമായി സ്ഫുടം ചെയ്തതാണെന്നുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ ആശ്രയ സങ്കേതമേ ഉള്ളൂ, യാഹെന്ന ദൈവത്തിനെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മകൾ. അന്നാളിൽ എൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. ഇന്ന് ഹൃദയങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ബ്രെയിനിലും എഴുതണം. കാരണം എന്നാണെന്നറിയാമോ? മനുഷ്യ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തെ സ്വാധീനിക്കുകയും അവൻ്റെ ബോധക്രമത്തെയും അവൻ്റെ ശരീരവിന്യാസക്രമത്തെയും അവൻ്റെ മൂല്യസങ്കല്പത്തെയും അവൻ്റെ ആധ്യാത്മികതയെയും തിരുത്തിക്കുറിക്കുവാനും മാറ്റിക്കുറിക്കുവാനും കരുത്തുള്ള സ്ക്രിപ്റ്റ് എഴുതുവാനുള്ളൊരു കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ദൈവം
എൻ്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ തലമുറയുടെയും കർത്താവിൻ്റെ നാൾ വരെ ദൈവമാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഇന്ന് കൃത്യമായ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഓർമ്മയെക്കുറിച്ച് ഞാൻ നിർത്തുകയാണ്. തോമസ് കെക്കിൻ്റെ മനോഹരമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് അൾസൈമേഴ്സ് ഫർഗെറ്റിംഗ് ഹൂസ് വി ആർ എന്നുള്ളതാണ്. ഞാൻ പരാമർശിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ആരുടേതാണ്, നമ്മൾ ആരുടേതാണ് എന്നുള്ള ബോധ്യം ഒരു സഭയായി നഷ്ടപ്പെട്ടാൽ നമുക്ക് മറവി രോഗം എന്ന കഠിന വിപത്തിൻ്റെ കഠിനതകളുണ്ടാകും. കളക്റ്റീവ് ഐഡൻറ്റിറ്റി മറന്നുപോയാൽ എല്ലാം താറുമാറായിത്തീരും. നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നാലാമത്തതെന്ന് പറയുന്നത് അവർക്കുള്ള പ്രത്യാശയാണ്. അവരുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ അവർ പണിക്ക് പോകുമ്പോഴും, ഈ നദിയിലെ ചെളി വാരാനാണ് പോകുമ്പോഴും അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. ഇവർ പാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, അവർ പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. നിങ്ങളുടെ വാദ്യോപകരണം ഉണ്ടായിരിക്കും. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ പാടുവാൻ എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യും? പാടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞങ്ങളുടെ പിതാക്കന്മാരെ 40 സംവത്സരം മരുഭൂമിയിലൂടെ നടത്തി വിശ്വാസത്തിൽ ഉറപ്പിച്ച ദൈവം ഈ ബാബേലിൻ്റെ തീരത്ത് നിന്ന് ഞങ്ങളെ ഒരു നാൾ വിടുവിക്കും. ഒടുവിൽ വിടുവിച്ചിട്ട് ഞങ്ങൾ ഉല്ലാസഘോഷത്തോടുകൂടെ തപ്പും കിന്നരവും എടുത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് പാടും. വലിയ പ്രത്യാശയാണ്, നമ്മുടെ പ്രത്യാശയാണ്. ഈ പ്രത്യാശയാണ് നമ്മൾ ശവസംസ്കാര സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഇപ്പോൾ പാടാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പാടുക. എന്താണെന്നറിയാമോ? നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയാം പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. അടുത്തൊരു ലൈൻ ഭയങ്കരമാണ്. എന്താണെന്നറിയാം? വിശുദ്ധർ സ്വർഗഭാഗ്യം കൈക്കൊണ്ടിടുന്നു, ഒടുവിൽ മണവറയിൽ ആയവർ പൂകിടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മൾ പാടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ഈ ഒരു ശാന്തത കിട്ടിയിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ പാടും. ഇത് പാട്ട് സാധിച്ചു. അതുകൂടെ പറഞ്ഞ് നിർത്താം. 555 BC-യിൽ പേർഷ്യൻ രാജാവായ കോരശ് സൈറസ് ബാബിലോണെ ആക്രമിച്ചു. ബാബിലോൺ താൻ പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തൊരു പ്രവൃത്തിയാണ്, ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയവരെ മുഴുവൻ എന്ത് ചെയ്തെന്നറിയാമോ? തിരിച്ചു വരുത്തി. അവർ ഒരുമിച്ച് പാടി, അവരൊരുമിച്ച് കിന്നരങ്ങളെടുത്ത് പാടി. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ഒരു നാൾ നാം കർത്താവിനോടുകൂടെ പാടും ഒരുമിച്ച്. ഇതാണ് വലിയ നമ്മുടെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കട്ടെ. അങ്ങനെങ്കിൽ കഠിനതകളുടെ മധ്യത്തിൽ, എക്സൈലിൻ്റെ മധ്യത്തിൽ ശാന്തത നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയാമോ? ഒന്ന്, നമുക്ക് സൈലൻസിൻ്റെ പാതയിലൂടെ പോകണം. 2, കരച്ചിലിൻ്റെ പാതയിലൂടെ പോകണം. 3, ഓർമ്മയുടെ പാതയിലൂടെ പോകണം. 4, എന്തോ വരുന്നു? പ്രത്യാശയുടെ പാതയിലൂടെ പോകണം. പ്രത്യാശയുടെ പാതയിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരു നാൾ പാടും. എന്തോ പാടുമെന്നറിയാം? പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.